പ്രിയപ്പെട്ട എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ ഫോറസ്റ്റ് ടോക്സിൽ സിമി ബാബ്ജെ. ആർട്ട് ഓഫ് ടീച്ചിങ് ആണ് നമ്മൾ 2 വീഡിയോകളായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം. അതിൽ കഴിഞ്ഞ വീഡിയോയിൽ ടീച്ചേഴ്സിന് എങ്ങനെ കുട്ടികളിൽ സ്വാധീനം ചെലുത്താം എന്ന വിഷയത്തെക്കുറിച്ചായിരുന്നു ഞാൻ സംസാരിച്ചത്. ഇന്ന് ടീച്ചേഴ്സിന് അത്യാവശ്യമുണ്ടായിരിക്കേണ്ട ലൈഫ് സ്കിൽസ്, നമ്മൾക്കുണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായത് കുട്ടികളെ കേൾക്കാനുള്ള നമ്മുടെ ക്ഷമ എന്ന ക്വാളിറ്റിയെക്കുറിച്ചാണ്. തീർച്ചയായും മറ്റുള്ളവർ പറയുന്നത് കേട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ വിലയിരുത്താൻ ശ്രമിക്കരുത്. അധ്യാപകർ എപ്പോഴും കുട്ടികളോട് സംസാരിക്കാനും അവരുടെ കാര്യങ്ങൾ ഫ്രീ ആയിട്ട് കേൾക്കാനുമുള്ള മനസ്സ് കാണിക്കണം. നമ്മൾ പറയുന്ന ചെറിയ നെഗറ്റീവ് കമൻസുകൾ പോലും കുഞ്ഞുങ്ങളുടെ മനസ്സിൽ എത്ര ആഴത്തിലാണ് പതിയുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അധ്യാപകർ തീർച്ചയായും ബോധവാന്മാരായിരിക്കേണ്ടതാണ്. നമ്മുടെ ചെറിയ കമൻറ്റുകൾ ചിലപ്പോൾ അവരിൽ വലിയ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കും. അത് അവരുടെ സ്വഭാവ രൂപീകരണത്തോട് പോലെ തന്നെ അവരുടെ പഠിക്കാനുള്ള അല്ലെങ്കിൽ അവരുടെ മറ്റുള്ള ടാലൻസിനെയും അത് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് എപ്പോഴും അവർക്ക് പറയാനുള്ള വിഷയങ്ങളെക്കുറിച്ച് ക്ഷമയോടുകൂടി കേൾക്കാൻ തയ്യാറായാൽ മാത്രമേ, അതിൽ തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കാൻ തയ്യാറായാൽ മാത്രമേ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ സ്വഭാവ രൂപീകരണത്തിൽ നമുക്ക് സ്വാധീനം ചെലുത്താൻ പറ്റുകയുള്ളൂ. അതേപോലെ തന്നെ നമുക്കുണ്ടായിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ് ഈഗോ ഫ്രീ മൈൻഡ് സെറ്റ്. അതായത് എനിക്ക് തെറ്റുപറ്റുകയില്ല, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്ന വാശി അധ്യാപകർക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു ക്വാളിറ്റിയാണ്. തീർച്ചയായും നമുക്ക് മിസ്റ്റേക്ക് പറ്റാം, നമ്മളെല്ലാവരും മനുഷ്യരാണ്, അബദ്ധത്തിൽ പറ്റാം. ചിലപ്പോൾ നമുക്ക് തന്നെ ചില കാര്യങ്ങളെക്കുറിച്ച് അത്ര കാര്യമായിട്ട് അറിവില്ലാഞ്ഞിട്ട് പറ്റുന്നതാകാം. പക്ഷെ അത് മറ്റൊരാൾ നമ്മളിലേക്ക് കറക്റ്റ് ചെയ്ത് തരുമ്പോൾ ഞാൻ ഒരിക്കലും തെറ്റുപറ്റുകയില്ല, അല്ലെങ്കിൽ എന്നെ തിരുത്താൻ മറ്റൊരാൾക്ക് കഴിയുകയില്ല എന്ന തോന്നൽ ഒരു അധ്യാപകരുടെയും മനസ്സിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. ആ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ കുട്ടികൾ എന്തു പറഞ്ഞാലും നമ്മൾ അധ്യാപകർ അവരെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതായി കുഞ്ഞുങ്ങൾക്ക് തോന്നും. അതുകൊണ്ട് തന്നെ അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങൾ പറയുന്നത് കേൾക്കാനുള്ള ക്ഷമ, ഈ 2 കാര്യങ്ങൾ അധ്യാപകർക്ക് ഏറ്റവും അധികമായിട്ട് ഉണ്ടാവേണ്ടതാണ്. തെറ്റുതിരുത്തി മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മളും പഠിക്കുന്നത്, കുഞ്ഞുങ്ങൾക്കും അത് മനസ്സിലാകുന്നത്. അവിടെ ഈഗോ മനസ്സിൽ വരുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഒരു അധ്യാപകരും ദയവായി ആരും തന്നെ അത് ശീലിച്ചു പോകരുത് എന്നൊരു വലിയ റിക്വസ്റ്റ് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം ആ തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഞാൻ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പല അധ്യാപകരെക്കുറിച്ചും പേരൻസോ കുഞ്ഞുങ്ങളോ നമ്മളോട് സംസാരിക്കുമ്പോൾ അത് കറക്റ്റ് ചെയ്തു കൊടുക്കുമ്പോൾ അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് തീർച്ചയായും അത് നല്ല അധ്യാപകരായി മാറാനുള്ള ഒരു വഴി തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അധ്യാപകർക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഈഗോ ഫ്രീ മൈൻഡ് സെറ്റാണ്. അതേപോലെ തന്നെ ക്ഷമയും. അടുത്ത വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമൻറ്റുകളായി എന്നെ അറിയിക്കാൻ ശ്രമിക്കുമല്ലോ. ഈ ചാനലിനെ മുന്നോട്ട് പ്രോത്സാഹിപ്പിക്കാനായി ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യും എന്ന പ്രതീക്ഷയോടുകൂടി അടുത്ത വീഡിയോയുമായി കാണും വരെ നന്ദി, നമസ്കാരം.